ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സായാഹ്നത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്, വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് കിരണിന്റെ കാർ വരികയാണ്. കിരണും രതീഷും അതുപോലെ വേലുവും കൂടി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. കിരൺ വേഗം തന്നെ താരയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ താര അപ്പോഴേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൻറ്റി എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്, ആൻറ്റിയുടെ മനസ്സിൽ എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളൊന്നും പറയാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കല്യാണിയുടെ അമ്മൂമ്മ എത്തുകയാണ്. അപ്പോൾ കല്യാണിയുടെ അമ്മൂമ്മയോട് കിരൺ ചോദിക്കുന്നുണ്ട്, അമ്മൂമ്മേ ആൻറ്റി വല്ലതും അമ്മൂമ്മയോട് പറഞ്ഞായിരുന്നു, എന്തിനാ ഇവിടേക്ക് വന്നതെന്നോ മറ്റോ, മനസ്സിലെ വിഷമം എന്തെങ്കിലും? ഇല്ല മോനെ, ഒന്നും പറഞ്ഞില്ല. പലവട്ടം ഞാൻ ചോദിച്ചു, പക്ഷേ അപ്പോഴും കരയുകയാണ് ചെയ്തത്, ഒന്നും പറഞ്ഞില്ല എന്ന് ഭാനുമതി അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൻറ്റിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് താരയെ വിളിക്കുകയാണ്. അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട്, ചെല്ല് മോളെ ചെല്ല്, മനസ്സിൽ എന്തെങ്കിലും വേദനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തുറന്ന് പറയും, അതോടുകൂടി ആ വേദന അങ്ങ് പൊക്കോളും എന്ന്, മനപ്രയാസം അങ്ങ് മാറിക്കോളും എന്ന് പറയുകയാണ്. അങ്ങനെ താരയെ മാറ്റി നിർത്തിയിട്ട് കിരൺ ചോദിക്കുകയാണ്, എന്താണ് ആൻറ്റി, എന്താണ് സംഭവിച്ചത്? എനിക്ക് പല സംശയങ്ങളുമുണ്ട്. ഞാൻ ഏകദേശം അല്ലാതെ ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്താണ്, ആൻറ്റിയുടെ മോൾ ഇപ്പോഴും മാറിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ആൻറ്റിയുടെ മോള് കല്യാണിയെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് താര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയോടാണ് ചോദിച്ചത്, ആൻറ്റി എന്തിനാ ഇവിടേക്ക് വന്നത്, മനസ്സ് വെറുത്തിട്ട് വന്നതാണോ ഇവിടേക്ക് എന്നിങ്ങനെ വീണ്ടും ചോദിക്കുമ്പോൾ താര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആൻറ്റിയോടാ ആ പയസിൻ്റെ ഫോണിൽ നിന്ന് ഇവളുടെ ഫോൺ നമ്പർ കിട്ടി. അപ്പോൾ പയസായിരുന്നോ കല്യാണിയെ കൊല്ലാൻ വേണ്ടി വന്നത്, അതുപോലെ തന്നെ സരയുവാണോ അവനെ പറഞ്ഞയച്ചതും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൻറ്റിയോടാ ചോദിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയും എന്ന് പറയുകയാണ്. അപ്പോൾ അവളങ്ങനെ കരയുകയാണ്. ഈ കരച്ചിലിൽ ഏതു നേരം ഉള്ളത്, എന്തെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അപകടങ്ങളൊക്കെ കുറേ ഒഴിഞ്ഞു പോയിരുന്നില്ലേ. എനിക്കിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ആൻറ്റി എന്നോട് ചെയ്തത് വളരെ ചതിയായിപ്പോയി. ഇതൊക്കെ ഇത്തിരി നേരത്തൂടെ എന്നോട് പറയേണ്ടതായിരുന്നു. എത്ര പ്രാവശ്യം കല്യാണി എവിടേക്ക് വന്നു, കല്യാണിയെ കൊല്ലാൻ വേണ്ടി ആൻറ്റിയോട് അവൾ നിർബന്ധിക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടാണല്ലേ ആൻറ്റി അവിടെ നിന്ന് മനസ്സ് വെറുത്ത് പോകുന്നത്. സരുവിനെ പോലെ തന്നെയല്ലേ ആൻറ്റി കല്യാണിയെ സ്നേഹിക്കുന്നത്, അത് ഉൾക്കൊള്ളാൻ പറ്റാതെയാണല്ലേ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങനെ കൈകൂപ്പി കരഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ താര. അപ്പോൾ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി, എന്നാൽ ഇതെന്തായാലും ഒട്ടും ശരിയായില്ല ആൻറ്റി എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നമ്മുടെ കിരൺ പെട്ടെന്ന് വണ്ടി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് രതീഷിനോടും വേലുവിനോടും പറയുന്നുണ്ട്, ചതിച്ചടാ, അവള് ചതിച്ച്, പെട്ടെന്ന് കയറി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വണ്ടിയും എടുത്ത് പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയും മനോഹറിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കണം. മനോഹർ ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ച് ഏകദേശം കഴിയാറായി. അപ്പോൾ സരയെ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? എനിക്ക് അധികം പാചകമൊന്നും അറിയില്ല, പിന്നെ അറിയുന്നത് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ മനോഹർ പറയുന്നുണ്ട്, അത് സാരില്ല സരയും, നല്ല രസമുണ്ട്, എല്ലാം അതും നല്ല ടേസ്റ്റ്, ആസ്വദിച്ച് തന്നെയാണ് ഞാൻ കഴിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവനങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ കൈ കഴുകിയിട്ട് അവനിങ്ങനെ തിരികെ വരുമ്പോൾ ആ സമയത്ത് നെഞ്ചിൽ എന്തോ ഒരു വേദന പോലെ അവനിങ്ങനെ നെഞ്ച് തടവി നിൽക്കുകയാണ്. അപ്പോൾ സരി അത് കാണുന്നുണ്ട്. അങ്ങനെ അവൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി മനുവേട്ട എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തോ നെഞ്ചിൽ എന്തോ ഒരു എരിച്ചിൽ പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനങ്ങനെ വീഴാൻ പോവുകയാണ്. ആ സമയത്ത് സരി എഴുന്നേറ്റ് എന്നിട്ട് പറയാണ്, നെഞ്ചിൽ ഇനിയും എരിയോട, അത് എരിഞ്ഞെരിഞ്ഞ് നിന്റെ ഹൃദയം തകരും, നിന്റെ ജീവൻ പോകും, അതുവരെയും നീ ഇവിടെ കിടക്കും എന്ന് പറയുകയാണ്. നിനക്ക് തന്ന ഭക്ഷണത്തിലെ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു, നല്ല കൊടും വിഷം, നീ ഇനി രക്ഷപ്പെടില്ലടാ, നിനക്കിനി ഒരിക്കലും ഭക്ഷണം ഒരാൾക്കും വിളമ്പി തരേണ്ടി വരില്ല എന്ന്, ആർക്കും വിളമ്പി തരേണ്ടി വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, എടി നീ ചതിച്ചോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവളുടെ കുരക്കിനിങ്ങനെ പിടിക്കാൻ വരികയാണ്. മാറി നിൽക്കടാ, നീ എന്താടാ വിചാരിച്ചത്, ഇവിടെ സുഖമായി ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് നിനക്ക് കൺമണി മോളെ കാണാൻ സാധിക്കില്ലടാ, നീ അവിടെ കിടന്ന് ചാവ്, ഈ വീട് ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണ്, അയൽവക്കത്ത് പോലും ഒരാളില്ല, നിന്നെ രക്ഷിക്കാൻ ആരും വരില്ലടാ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് തള്ളിയിടുകയാണ്. അപ്പം അവൻ, നോക്കിക്കോടി, ഇല്ലടി നിന്നെ ഞാൻ എന്നും പറഞ്ഞ് വീണ്ടും ഇങ്ങനെ അവളെ ഇതാക്കാൻ വരുന്നുണ്ട്. അപ്പം ആ സമയത്ത്, മാറി നിൽക്കടാ, നീ ഇനി മാത്രമല്ല നിന്റെ പുറകെയായിട്ട് അവൾ, ആ കല്യാണിയെ ഞാൻ പറഞ്ഞു വിടും, അവളും നിന്റെ പുറകെ വരും,
എന്നിട്ട് കിരണിനെ എനിക്ക് സ്വന്തമാക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നീയല്ലടാ അവനാ കിരൺ. അതുപോലെ തന്നെ അവൻ്റെ മോന് ഞാൻ അമ്മയായിട്ട് മാറും. അതിനാടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പോൾ നീ ചതിക്കായിരുന്നോ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇല്ലടി, ഒരിക്കലും നിന്നെ കിരൺ സാർ അംഗീകരിക്കില്ല. കല്യാണിയെ കിരൺ സാറിന് ജീവനാണ്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ അവളെ ജീവൻ എടുക്കാൻ പോകുന്നത് എന്ന് സരയു അലമുറയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും മനോഹർ അവിടെ വീഴുകയാണ്. മനോഹറിന് അവൾ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് നമ്മുടെ കിരണും രതീഷൊക്കെ പാഞ്ഞു വരികയാണ്. അപ്പോൾ വാതിൽ തുറക്കാൻ ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ വാതിൽ തുറക്കുന്നില്ല. അപ്പുറം ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സരയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട് കിരൺ. അപ്പോൾ സ്വിച്ച് ഓഫ്. അപ്പം മനോഹറിന്റെ ഫോണിലേക്ക് വിളിക്കാൻ രതീഷ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് വിളിക്കുമ്പോൾ കോൾ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അകത്ത് ആളുണ്ടല്ലോ എന്ന് പറയുകയാണ്. വാതിൽ തല്ലി തുറക്കടാ എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളി തുറന്ന് അവരകത്തേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഞെരക്കോ മൂളലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനോഹർ നിലത്ത് കിടന്ന് പെടയുകയാണ്. വേദന സഹിക്കാൻ പറ്റാതെ. അങ്ങനെ വേഗം പിടിക്കടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വെള്ളം എടുക്കാൻ പറയുമ്പോൾ വെള്ളമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ മനോഹർ പറയുന്നുണ്ട് കല്യാണിയെ സൂക്ഷിക്കണം എന്നിങ്ങനെ വീണ്ടും പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ മനോഹറിനെ താങ്ങിയെടുത്ത് അവർ 3 പേരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതേ സമയത്ത് സരയു അവിടെ എത്തിയിട്ടുണ്ട്. സരയു അവളുടെ വളർത്തമ്മയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ സ്ട്രക്ചറിൽ കിടത്തി മനോഹറിനെ കൊണ്ടുവരുന്നത് കാണുമ്പോൾ സരയു ഞെട്ടിപ്പോകുകയാണ്. ചതിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അവൾ മാറി നിൽക്കുകയാണ്. അവർ 3 പേരും സ്ട്രക്ചർ ഉന്തി മനോഹറിനെ ഐസിയുലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. സരയു പെട്ടെന്ന് തന്നെ ശാരിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ചതിച്ചമ്മേ ചതിച്ചു. അവര് ആ കിരണും കൂട്ടരും മനോഹറിന് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ രക്ഷപ്പെടാവോ എന്ന് പറയുന്നുണ്ട്. കിരൺ എത്രയും വേഗം ഇവിടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കിട്ട എന്ന് പറഞ്ഞ് സരയു അവിടെ റൂമിൽ ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും കിരൺ അവിടേക്ക് എത്തുന്നുണ്ട്. കിരൺ വന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ നിങ്ങളുടെ മകൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയ്യോ എനിക്കറിയില്ല. അറിയില്ലേ നിങ്ങളെ അവളെ ഇപ്പോഴും കല്യാണിയോടുള്ള ദേഷ്യവും വൈരാഗ്യം കൊണ്ട് നടക്കുകയാണല്ലേ. അവളെ ഇപ്പോഴും കല്യാണി അപകടപ്പെടുത്താൻ നടക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയായിരുന്നു അല്ലേ? എങ്ങനെയാണ് പയസ് എന്ന് പറയുന്ന അവൻ ആ കൊലയാളി കല്യാണിയെ കൊല്ലം വീടിൻ്റെ അകത്ത് കയറി നിങ്ങളാണല്ലേ അവളുടെ ഒത്താശ പ്രകാരം വാതിൽ തുറന്നു കൊടുത്തത് എന്ന് പറയുമ്പോൾ അയ്യോ ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട്. മിണ്ടി പോകരുത് നിങ്ങളെന്ന് പറഞ്ഞ് ശാരിയുടെ കുരക്കിനെങ്ങനെ പിടിക്കുകയാണ് നമ്മുടെ കിരൺ. അപ്പോൾ നിങ്ങൾ തന്നെയാണ്, എനിക്കെല്ലാം മനസ്സിലായി. രതീഷ് പലവട്ടം പറഞ്ഞതാണ് നിങ്ങളെയും നിങ്ങളുടെ മകളെയും വിശ്വസിക്കരുത്. പക്ഷേ എൻ്റെ എന്തോ മനസ്സുകൊണ്ട് എൻ്റെയും കല്യാണിൻ്റെ ഒക്കെ മനസ്സ് അങ്ങനെയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചു. നിങ്ങൾക്ക് ഒരു വീഴ്ച വന്നപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭർത്താവ് മോളൊക്കെ എന്തെല്ലാം ദ്രോഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനോട് ചെയ്തിട്ടുണ്ട്, കല്യാണിയോടും. എന്നിട്ടും ഞങ്ങൾ അതൊക്കെ മറന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലേ. നിങ്ങൾക്ക് ഒരു വീഴ്ച വന്നപ്പോൾ അവിടെ നിന്നും പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഒരു വീടോ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലേ. അവൾക്ക് 4 അക്ക ശമ്പളം 5 അക്ക ശമ്പളത്തിൻ്റെ ഒരു ജോലി തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ മേടിച്ചു കൊടുത്തില്ലേ. എന്നിട്ടും അവളെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ. ഇനി ഒരിക്കലും അവള് മാപ്പ് അർഹിക്കുന്നില്ല. ഇനി എന്തായാലും ഗംഗപ്രസാദും അതുപോലെ അവളുടെ അച്ഛനൊക്കെ പോയ സ്ഥലത്തേക്ക് തന്നെ അവള് പോകും. അവളോട് പറഞ്ഞേക്ക് എന്തായാലും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി നമ്മുടെ കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട്. നമ്മുടെ ശാരിയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട്. അങ്ങനെ സരയു വീണ്ടും ശാരിയുടെ അരികിലേക്ക് വരികയാണ്. മോളെ അവനെല്ലാം അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. സാരില്ലമ്മേ, എന്തായാലും ഞാൻ അവളെ കൊല്ലും, അവളെ ഇല്ലാതാക്കും, ഞാൻ പോകുന്നതിന് മുമ്പ് അവളെ കൊല്ലണം എന്നും പറഞ്ഞ് സരയും അവിടെ നിന്ന് പോകുന്നുണ്ട്. കല്യാണിയെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ കിരൺ രതീഷിനോടും വേലുവിനോടും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവളെ കാണാനില്ലല്ലോ, അവളെ എവിടേക്കായിരിക്കും പോയത് എന്ന് ചോദിക്കുമ്പോൾ രതീഷ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കല്യാണിയുടെ അരികിലേക്ക് വീട്ടിലോട്ട് പോയിട്ടുണ്ടാവുക സാറ് എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.